ഡെത്ത് മോത്ത് എന്ന് പറയുന്നത് നിശാചലമാണ്. അതായത് ലോകത്തിലെ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ ഇന്ത്യയിൽ മാത്രം, അതല്ലെങ്കിൽ ഇന്ത്യയിലെ കേരളത്തിലെ വിസ്തൃത വനങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സ്ഥലം. കാര്യം എന്താ? കേരളത്തിലെ വളരെ റെയറായിട്ട് ഇടുക്കി, വയനാട്, പാലക്കാട്, കൊല്ലം, തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മേഖലകൾ ഇവിടെ മാത്രമേ കാണുന്ന സ്ഥലമാണിത്. ഇത് കണ്ടില്ലേ? ഈ ഒരു ഇത് കണ്ടില്ലേ? ഇതൊരു ചിറക് വിരിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് തോന്നും എന്താണ് ഒരു പാമ്പ് പോലെയാണ്. പക്ഷെ ഇതൊന്ന് ചിറക് അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ വേറൊരു വണ്ടിനെ പോലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. പക്ഷെ ഇത് നമുക്ക് ഇന്ന് കണ്ടത് എന്താണ്? കേരളത്തിലെ ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് തന്നെ പറയാം. വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 15 സെന്റിമീറ്റർ സ്കെയിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ സ്കെയില് ഇതിൽ കുറവായിരിക്കും. അതായത് 20 സെന്റിമീറ്ററോളം അതിന്റെ ചിലകൾക്ക് വരും. പക്ഷെ ഇത് ഒരു മീഡിയം എന്ന് പറയാം. 25-നും 15-നും ഇടയ്ക്കാണ് ഇവരുടെ ആവറേജ് എന്ന് പറയുന്നത്. ആവറേജ് 15-നും 25-നും ഇടയ്ക്കാണ്. വളരെ മാന്യമായിട്ട് പല രാജ്യങ്ങളിലെ പല ഷൂകൾ, ബട്ടർഫ്ലൈ പാർക്കിൽ പോലും ഈ ഒരു സ്ഥലത്ത് കാണാൻ കഴിയില്ല. ലോകത്തിലെ ബട്ടർഫ്ലൈ പാർക്കിലെ പല ഇതും കാണാൻ കഴിയില്ല. പക്ഷെ ഇത് നമുക്കൊരു ഭാഗ്യമായിട്ട് കാണാം. ഫോട്ടോസ് എടുക്കുന്നു, ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, എനിക്ക് പോലും ഇതൊന്നും അനങ്ങുന്ന പോലും അതിനെ കുറിച്ച് പറയാൻ സാധിക്കും. അതേക്കുറിച്ച് പറയാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറേ നേരമായിട്ട് ഇവിടെ കിടന്ന് കുറേ രീതിയിലാണ്. കാരണം ആ ചിറകൾ എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിന്റെ ഫിസിക്കലി ചെയ്യാവുന്നതിനേക്കാൾ കൂടുതലുള്ള സ്ഥലമാണ്. ഒരിക്കലും ആ ചിറക് വെച്ച് ചെയ്യാൻ പറ്റില്ല. അത് ആ നാച്ചുറൽ ക്രിയേച്ചർ എന്ന് പറയുന്ന ആ ഒരു ഇതാണ്. ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ വളർത്തി വിട്ടാൽ പോലും കൂടുതൽ ദൂരം പറക്കാൻ കഴിയില്ല. ഇപ്പൊ ഇറങ്ങിയ പക്ഷെ അതാണ് പറഞ്ഞത് ഒരിക്കലും അറിയുമല്ലോ. നമ്മൾ ഈ ഇപ്പൊ 2 ചിറകൾ 2 പാമ്പിനെ പോലെയാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ തേൻ നുകരുന്ന സാഹചര്യത്തിൽ ഈ 2 ചിറകുകൾ കൂട്ടി വെക്കുമ്പോൾ ഒരുപക്ഷെ ഇതിനെക്കാട്ടും നല്ല ഒരു സൗന്ദര്യം ഒരു പാമ്പിന്റെ ഛായ ഉണ്ടാക്കി എന്ത് നോക്കും. ഒരിക്കൽ പോലും അത്ലറ്റ്മോസിന് പൂവികളിൽ പോരുന്നത് തേൻ നുകരുക എന്നുള്ളത് വളരെ റയറായിട്ടുള്ളതാണ്. കാരണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫ്രണ്ടില് എന്ത് ചെയ്യുന്ന നമ്മുടെ ആ ഒരു ചെറിയ കൊമ്പുകൾ പോലെ തേനീച്ച വലിച്ചെടുക്കാനുള്ള തേൻ നുകരാനുള്ള ആ ഒരു ഇതില്ല. കാരണം ഒരു സ്പെഷ്യൽ ക്രിയേഷനാണ് എന്ന് പറഞ്ഞാൽ വളരെ റയറായിട്ട് മാത്രമേ കാണപ്പെടുന്ന ഈ സാധനം. ഇന്ന് നമ്മളെ കൺമുന്നിൽ കിട്ടിയത് എന്താണ്? നമ്മുടെ ഭാഗ്യമായിട്ട് കരുതിയാൽ മതി. ഇനി ഒരിക്കൽ പോലും ജീവിതത്തിൽ നമ്മൾ എന്ന് വരെ കണ്ടു കഴിഞ്ഞാൽ പോലും ഇതൊന്നും സാധനം കാണില്ല. അപ്പൊ ഇത് കണ്ടതിന്റെ ഒരു നല്ലൊരു സുദിനം എന്നല്ലേക്ക് നാളെ നമുക്ക് അതൊന്ന് ആഘോഷിച്ചാലോ? ഈ അത്ലറ്റ്മോസിനെ കാണാൻ പറ്റിയ ഒരു ഇത് കണ്ടതിന്റെ ഒരു നല്ലൊരു സുദിനം എന്നല്ലേക്ക് നാളെ നമുക്ക് അതൊന്ന് ആഘോഷിച്ചാലോ? ഈ അത്ലറ്റ്മോസിനെ കാണാൻ പറ്റിയ ഒരു ഇത്